രേണു വർക്കൗട്ട് ചെയ്തു. ഒരു കണക്കിന് മറ്റൊരു കണക്കിന് രേണു ഈസ് ഓക്കെ വിത്ത് ദാറ്റ്. കാരണം പോണം 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 എന്ന് പറഞ്ഞിട്ട് രേണു തന്നെ പറയുന്നുണ്ട്, എനിക്ക് ആ ഒരു ട്രോമ വന്നു, ലൈക്ക് ആള് ഭയങ്കരമായിട്ട് എൻഗേജ് ആയിട്ടിരിക്കുന്നു. ഇവിടെയുള്ള സമയത്താണെങ്കിലും ഭയങ്കരമായിട്ട് എൻഗേജ് ആയത്. അങ്ങനെയാണല്ലോ നമ്മൾക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു വിഷമം അല്ലെങ്കിൽ മാനസികമായിട്ട് എന്തെങ്കിലും ഒരു സ്റ്റക്കോ കാര്യങ്ങളുണ്ടെങ്കിൽ ഡൈവേർട്ട് ടു ഡിഫറെന്റ് തിങ്സ്. സോ അങ്ങനെ ഡിഫറെന്റ് ആയിട്ട് മാറി മാറി പോവുക. പക്ഷെ ബിഗ് ബോസ് ഹൗസിൽ വന്നപ്പോൾ രേണുവിന് പറ്റിയ ഒരു കളിക്കളമല്ല അത്. രേണുവിന് ഒന്നും കാര്യങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അവിടെ ഇരുന്നപ്പോൾ ഒരു സൈഡിലോട്ട് ആയിപ്പോയി. ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് തന്നെ റീൽസ് വീഡിയോസ് ഇവിടെ നിന്ന് അങ്ങോട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഫുൾ വീഡിയോസ് കാര്യങ്ങൾ പ്രശ്നങ്ങൾ കോൺട്രവേഴ്സീസ് യൂട്യൂബ് അവരെ പറ്റി പറയുന്ന കുറെ കാര്യങ്ങൾ. സോ 24/7 ആള് ഭയങ്കര ബിസി ആയിരുന്നു. അതിൻ്റെ ഉള്ളിൽ ചെന്നപ്പോൾ ബിസി ആവാമായിരുന്നു. പക്ഷെ അവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ ആംബിയൻസും കാര്യങ്ങളൊന്നും രേണുവിന് പറ്റിയില്ല. പക്ഷെ നല്ല പ്രേക്ഷക വോട്ടുള്ള ആളായിരുന്നു. ഫാമിലി സൈഡിൽ നിന്നൊക്കെ ഒരുപാട് വോട്ടും കാര്യങ്ങളൊക്കെ പറ്റുന്നുണ്ടായിരുന്നു. പക്ഷെ ഇറങ്ങി ഇതിലും ആള് പറയുന്നുണ്ട് എനിക്കതിൽ വിഷമമൊന്നുമില്ല, ലൈക്ക് എനിക്ക് പറ്റുന്നില്ല, മെന്റലി പറ്റുന്നില്ല. അത് അക്സെപ്റ്റ് ചെയ്ത് പോന്നപ്പോൾ ഓക്കെ. ലാലേട്ടൻ ചോദിച്ചിട്ട് മിണ്ടാണ്ടിരുന്നപ്പോൾ അത് പെട്ടെന്നുള്ള സങ്കടം കൊണ്ട് പറഞ്ഞാന്ന് പറഞ്ഞപ്പോൾ എനിക്ക് പിന്നെയും ഡൗട്ട് ഉണ്ടായിരുന്നു, ആൾ ഇനിയും അതിനെ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണെങ്കിൽ തന്നെ നല്ല രീതിയിൽ പോകണം, ഇനി കരച്ചിലും വീഴ്ചയിലൊക്കെ വന്നാൽ ബോറാവുന്നുള്ളത് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ ചോദിച്ചു കഴിഞ്ഞപ്പം ലാലേട്ടൻ ഈ കുഞ്ഞു പിള്ളേരെ സ്കൂളിൽ നിന്ന് അല്ലെങ്കിൽ സ്കൂളിലേക്ക് നമുക്ക് പോവാന്നും പറഞ്ഞു പോയപ്പോൾ ആളങ്ങ് ലാലേട്ടനോടെ തന്നെ അങ്ങ് പോയി. അപ്പോൾ ലാലേട്ടൻ അവിടെ കറക്റ്റ് എക്സ്പ്ലനേഷൻ കൊടുക്കുന്നുണ്ട്. എപ്പം നോക്കിയാലും ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് പ്രേക്ഷകർ വോട്ട് കൊടുത്താക്കിയതല്ല, ബിഗ് ബോസിൽ നിന്നും പുറത്താക്കിയതല്ല. രേണുവിന്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഇറങ്ങി പോകുന്നതാണ്. അതിനും ഒരു ധൈര്യം തന്നെ വേണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും ഇപ്പം ഞാൻ അടക്കം പറഞ്ഞിട്ടുണ്ട് നല്ല പ്ലാറ്റ്ഫോമാണ്, അടിപൊളി പ്ലാറ്റ്ഫോമാണ്, പിടിച്ചേക്കും എന്ന് പറഞ്ഞിട്ട് പറ്റാത്ത പണിക്ക് നിൽക്കണ്ട എന്നുള്ളൊരു മൈൻഡോട് കൂട്ടിയിട്ട് രേണു അവിടെ നിന്ന് ഇറങ്ങി. നല്ലൊരു അടിപൊളി ഗെയിം കണ്ടസ്റ്റന്റ് ആണെന്ന് പറഞ്ഞില്ലെങ്കിലും രേണുവിന്റെ കുറച്ച് ക്യാരക്ടേഴ്സ് നമുക്ക് അവിടെ റിവീൽ ചെയ്തു. കുറ്റം പറയാ, പരദൂഷണം പറയാ, ബാക്ക് സ്റ്റാബ് ചെയ്യുക, ഇല്ലാത്ത കാര്യം പറയാ, നുണ പറയാ, ഒരാൾ വിഷമിക്കുമ്പോൾ അതിന്റെ കൂടെ നിന്ന് ചിരിക്കുക, അങ്ങനെ ഒന്നുമില്ല. രേണുവിൻ്റെതായ രീതിയിൽ സുഖമായിട്ട് ഇങ്ങനെ എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും ഇല്ലാവചനം പറയാം, അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ രേണുവിന്റെ അടുത്തേക്ക് വരുന്ന കാര്യങ്ങൾ രേണു വിട്ടും കളഞ്ഞിട്ടില്ല. പക്ഷെ ആസ് എ പേഴ്സൺ രേണു അവിടെ മറ്റ് ഫൈറ്റുകളിൽ ഇടപെട്ടിട്ട് വലുതാക്കാനോ കോണ്ടന്റ് ഉണ്ടാക്കാനോ സ്പേസ് ഉണ്ടാക്കാനോ നിന്നിട്ടില്ല. അതൊരു പ്ലസ് പോയിന്റ് ആണ്.